ഹലോ മൈ ഡിയർ മാസ്റ്റേഴ്സ്, വെൽക്കം ടു VMC മലയാളം. VMC എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. ഇപ്പോൾ നമ്മളുള്ളത് കാസർഗോഡ് VMCയുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള പുഷ്പാജിയുടെ ഒപ്പമാണ്. അപ്പോൾ ഈ ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒപ്പം തന്നെ അവർക്ക് ഒരുപാട് സഹായം ചെയ്യാൻ ദിവ്യാത്മ സ്വരൂപരുണ്ട്. അതേപോലെ തന്നെ ഇടതും വലതുമായിട്ട് അവരോടൊപ്പം വർക്ക് ചെയ്യാൻ നമ്മളുടെ മധു സാറും അതേപോലെ പ്രേമേച്ചിയും അവരുടെ ഹസ്ബൻഡും പിന്നെ ഭാനു ചേച്ചിയും ബിന്ദു ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്താണ് ഈ VMCയിൽ വന്നിട്ട് അമ്മയ്ക്കുണ്ടായ നേട്ടങ്ങൾ എന്താ ധ്യാനത്തിൽ വന്നിട്ട്? നേട്ടം എന്ന് പറയാം, VMCയിലേക്ക് വന്നിട്ട് നേട്ടം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരമായ ഒരു ജീവിതം എന്ന് പറയുന്ന ജീവിതത്തിലൂടെ ഞങ്ങളിങ്ങനെ കടന്നു പോകുന്നതിന് വാക്കുകളൊന്നും പറയാൻ നമുക്ക് സാധ്യമല്ല. അത്രമാത്രം സന്തോഷവും ഇങ്ങനെ ഒരു സംഭവം നമ്മളിങ്ങനെ എടുത്തു കൂട്ടുമ്പോൾ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ ഇപ്പൊ നമ്മളെ പിന്നെ എന്റെ കസിൻസ് സിസ്റ്റർ, പിന്നെ അതുപോലെ എന്റെ മധു സാറ്, അതുപോലെ എന്റെ പിന്നെ കൂടെയുള്ള പ്രേമ, പിന്നെ ഇങ്ങനെ രണ്ടു മൂന്ന് പേര് പുറത്തുണ്ട്. ഇപ്പൊ ഇന്ന് എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരൊക്കെ അമ്മയുടെ ഒരു വാക്ക് കൊണ്ട് അവരൊക്കെ ഇതിന് സഹകരിച്ചെങ്കിൽ അമ്മ എത്ര ഇതിലൂടെ ആ ഒരു അനുഭവം നേടിയിട്ടുണ്ട് അല്ലേ അമ്മ? അതെ, ഇത്ര ദിവസം സുന്ദരമായിട്ട് ഇങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് കഴിച്ചു ഇത് തീർത്തു വെക്കാൻ ഈ ഒരു സുന്ദര നിമിഷങ്ങള് ഞങ്ങൾക്ക് സന്തോഷപൂർവ്വം കൈകാര്യം ചെയ്യാൻ സീമ, സുഭാഷ്, ഞങ്ങളെ ആചാര്യ, നമുക്ക് സന്തോഷപൂർവ്വം ഞങ്ങൾ ഈ ദിവസങ്ങൾ ഇങ്ങനെ ഒരു ഉത്സവം പോലെ കൊണ്ടാടി നമ്മൾ അല്ലേ? അമ്മ ഈ ധ്യാനം ചെയ്തിട്ട് അമ്മ ഈ അനുഭവങ്ങളൊക്കെ നേടിയിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോ അമ്മയ്ക്ക് എന്താ തോന്നിയേ? ആനന്ദം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന്. അത് പിന്നെ അതന്നെ, എത്രയും പെട്ടെന്ന് മറ്റുള്ളവരെല്ലാം ഇങ്ങനെ അവരെല്ലാം വിഷമങ്ങളെല്ലാം കാണുമ്പോ നമ്മളിങ്ങനെ സന്തോഷപൂർവ്വം അവരുടെ അടുത്തേക്ക് എത്തിയിട്ട് ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അവരിങ്ങനെ അത് എടുക്കും. എന്നിട്ട് അവര് സങ്കടപ്പെടേണ്ട, അതിനൊക്കെ ഒരു പരിഷ്കാരം ഉണ്ട് എന്ന് പറയൂ അല്ലെ? എല്ലാം പറയും അങ്ങനെ. പിന്നെ അപ്പൊ അവരൊക്കെ കേൾക്കുന്നുണ്ട്, കേട്ട് ഒരു ധ്യാനം ചെയ്യും. അതെല്ലാം നമുക്ക് പിന്നെ എന്താ ഒരു സംഭവം തന്നെ ഇതെന്ന് പറയാം. ഒരു സന്തോഷമുള്ള ഒരു അനുഭവം നമുക്കിങ്ങനെ നേടിക്കൊണ്ടിരിക്കുന്നു. അതെ, എന്തിനും ജീവിതത്തിൽ നേരിടാൻ ഇപ്പൊ അമ്മയ്ക്ക് പറ്റുന്നുണ്ട് ഈസി ആയിട്ട്? ഈസി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ നമുക്ക് നമ്മളെ അടുത്തേക്ക് വരുന്ന ഇപ്പൊ വാവേനെ അങ്ങനെ വരുന്ന ഒരു സംഭവം 5 ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ ഇതാക്കണ്ടേ. നമ്മളിപ്പോ ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്ര സ്ഥലങ്ങളിലാണ് ഇതെല്ലാം ശരിയാക്കി വെക്കുന്നത്. അതെല്ലാം നമ്മളെങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ ഇതെല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാൻ കഴിയുന്നതെല്ലാം പിന്നെ വക്കീലിന്റെ ഒരു സഹായം, വക്കീലിന്റെ ഒരു പിടിപാടും അർപ്പണ മനോഭാവവും അതിനോടില്ല ഒരു സംഭവം കൊണ്ട് അങ്ങനെ വേഗം ഞങ്ങള് സന്തോഷപൂർവ്വം കൈകാര്യം ചെയ്ത്. അതെ, പിന്നെ നമ്മളിൽ എത്ര ശുദ്ധി ഉണ്ടെങ്കിൽ, ശുദ്ധി ഉള്ളത് കൊണ്ടല്ല അമ്മ എല്ലായിടത്തും നമുക്ക് ഇത്രയും നല്ല പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയത് അല്ലെ? പ്രകൃതിയുടെ സഹകാരം ഉണ്ടാണെങ്കിൽ നമ്മളിൽ സത്യം വേണ്ടേ? അപ്പൊ അത് അമ്മയിലും മധുസാറിലും എല്ലാ ചേച്ചിമാരിലൊക്കെ അത്രയും അർപ്പണഭാവം അനുഭവജ്ഞാനത്തിലൂടെ വന്നെങ്കിൽ സത്യത്തെ എത്ര വിശ്വസിച്ചു നിങ്ങള്? സത്യത്തെ എത്ര വിശ്വസിച്ചല്ല, 100 വിശ്വാസം തന്നെ. അത് വിശ്വസിക്കലല്ല, അത് വിശ്വാസം എന്നല്ല അതിനെ പറയണ്ടേ. അതിലൂടെ നമ്മളിങ്ങനെ അനുഭവിച്ച് ജീവിച്ചു പോകുന്നത് തന്നെ. പവിത്രമായ തിരിച്ചറിവ്. ഒരുപാട് ആശ്രമങ്ങളും സ്വാമിജിമാരെയും പിന്നെ കടലിന്റെ തീരത്തൊക്കെ അത്രയും പേരെ ഇരുത്തി ധ്യാനം ചെയ്യിപ്പിക്കാൻ സാധിക്കാന്നൊക്കെ പറഞ്ഞ അപ്പൊ അതൊക്കെ അമ്മയുടെ ആ ഒരു ബന്ധുക്കൾ അവിടെയൊക്കെ ഉള്ള കാരണം അല്ലെ? ഓരോ പ്രദേശത്തും പിന്നെ നമുക്ക് അതന്നെ. അത് ഇപ്പൊ വക്കീലിന്റെ ആയാലും ഓരോ സ്ഥലത്ത് അവർക്കുള്ള ഒരു പിടിപാടും പിന്നെ നമ്മളും അവരോട് കൂടിച്ചേർന്നവരും ഒരു എല്ലാ ഭാഗത്തും അങ്ങനെ ഉള്ള ഒരു ബന്ധം ഉണ്ടായതുകൊണ്ട് നമുക്കത് സന്തോഷപൂർവ്വം വേഗം കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി വാവ വരുമ്പോ നമ്മൾ ഏറ്റവും സുന്ദരമായിട്ട്, ഏറ്റവും ടിപ്പിൽ, ഏറ്റവും ഈസി ആയിട്ട് ഞങ്ങളെല്ലാം ഇതിനേക്കാളും നല്ല സുന്ദരമാക്കി തീർക്കാന്ന് വിചാരിക്കും. അതെ, അപ്പൊ നമുക്ക് ഭാനു ചേച്ചിയോടൊന്ന് സംസാരിക്കാം. അങ്ങനെ വന്നു ഇവരാണ് എന്റെ കസിൻ സിസ്റ്റർ. ഇവരാന്ന് വാവക്ക് വേണ്ടിട്ട് അങ്ങനെ വന്നതാണ്. അതെ, ദുബായിന്ന് വന്ന് നമുക്ക് വേണ്ടി 4-5 ദിവസം നമ്മുടെ വീടും 3 നേരം നമുക്ക് ഇഷ്ടമുള്ള ഫുഡും ഒക്കെ റെഡിയാക്കി തന്നെ നമ്മുടെ ഭാനുവേച്ചിക്ക് എന്താ പറയാനുള്ളേ? സന്തോഷം അതിൽ കൂടുതലൊന്നുമില്ല. അതെ, ഭാനുവേച്ചിയുടെ ഹസ്ബൻഡും പുഷ്പേച്ചി പറഞ്ഞ ഉടനെ ഇതിനൊക്കെ സഹകരിച്ച് അവിടുന്ന് ഇപ്പൊ ടിക്കറ്റൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നിട്ടും ചേച്ചി പെട്ടെന്ന് അത് എടുത്തു വന്നെങ്കില് ഇതിനോടുള്ള ഒരു അർപ്പണഭാവം അല്ലേ ചേച്ചി? കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും സാധിക്കും. താങ്ക് യു ചേച്ചി. പിന്നെ അയ്യോ ഞങ്ങളേനെ ഇവിടെ
ചിരിച്ചിട്ടും കളിപ്പിച്ചിട്ടും ആകെ കോലാഹലം ചെയ്യുന്ന ചേച്ചി ഇപ്പൊ എന്താ ശബ്ദമില്ലാതെ സംസാരിക്കണേ? അതല്ല സീമാജിന്റെ ഒരു പുണ്യകർമ്മം നമ്മളിലേക്ക് എത്താനും പിന്നെ നമ്മളൊരു സൗഭാഗ്യം എന്ന് കരുതിയാൽ മതി. ഞങ്ങളുടെ ഈ സൗഭാഗ്യം ചേച്ചി. എന്തായാലും ആ പഴയ കാലം തിരിച്ചു കിട്ടിയ പോലെ നമ്മള് ഒരു 5 ദിവസം ഒന്നിച്ച് അടിച്ചു പൊളിച്ച ചെറുതിലെ നഷ്ടപ്പെട്ട എല്ലാ സന്തോഷങ്ങളും തിരികെ കിട്ടി. സിനിമ പോയി ആനന്ദിച്ച് ആഹ്ലാദിച്ച് അടിച്ചു തന്നിട്ട് കളിച്ച് ചിരിച്ച് കിടന്നുറങ്ങി. അത് ഇനി കിട്ടിയില്ല, സീമാജിയിലൂടെ തിരികെ കിട്ടി. ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് എന്താണ് പറയാ ബാനു ചേച്ചി. അത് ശരിക്കും ആ സ്നേഹം അനുഭവിച്ചറിയാൻ വേണം. ഇനി ബാനു ചേച്ചിയുടെ ഫ്രണ്ട് ഉണ്ട്, അവരെ ഒന്ന് നമുക്ക് കാണാം. ഹലോ ബിന്ദു ചേച്ചി. ബിന്ദു ചേച്ചിയുടെ രുചികരമായിട്ടുള്ള ഫുഡ് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. എന്താ വെച്ചാൽ ഫുഡ് എന്ന് പറയുന്നത് എത്ര ഫാന്റാസ്റ്റിക് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു മനസ്സിനെ, നമ്മുടെ എമോഷൻസിനൊക്കെ എത്ര ബാധിക്കും. അതെ, നമുക്ക് എത്ര ശാന്തിയുതമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നീക്കാൻ പറ്റി. 3 ദിവസം ബാനുവേച്ചിയുടെ ഒപ്പം രാത്രിയും പകലും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കണം. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്കതാണ് നന്ദി പറയാനുള്ളത്. ഇങ്ങനൊരു എന്താ പറയുക, ഒരു വ്യക്തി എന്നല്ല ഒരു ശക്തിയെ എൻ്റെ അടുത്തെത്തിച്ചതിന് ഞാൻ ഒരുപാട് 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 ഈശ്വരന്മാരോടും ഗുരുക്കന്മാരോടും നന്ദി പറയുന്നു. പിന്നെ എന്നെ ഇപ്പം എന്താ പറയുക, പുഷ്പേച്ചിയാണ് സീമാജിയിലേക്ക് എത്തി. VMCയെ കുറിച്ച് ഞാൻ 1 വർഷത്തോളമായി കേട്ടിരുന്നു, പക്ഷെ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. ഞാൻ ഹൈദരാബാദിൽ മോളെടുത്തായിരുന്നു. അപ്പം അച്ഛൻ മരിച്ചത് കൊണ്ട് നാട്ടിലെത്താനും സീമാജിയെ പരിചയപ്പെടാനും ഇങ്ങനെ പിന്നെ പുഷ്പേച്ചി പറഞ്ഞു ഇങ്ങനെ സീമാജി വരുന്നുണ്ട്, എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ, നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതല്ലേ. അങ്ങനെയാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. അങ്ങനെ സീമാജിയെ കണ്ടുമുട്ടാനും സീമാജി എന്താ പറയുക, സീമാജിയുടെ ആ ഒരു ശക്തി എന്നിലോട്ട് ഇതാക്കാനും പറ്റി. ഒരുപാട് 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 നന്ദി, ഒരുപാട് നന്ദി. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. നല്ല പുഷ്പമ്മ, നമ്മൾ എത്ര സൗഭാഗ്യം ചെയ്താലാണ് ഇതേപോലെയുള്ള ചേച്ചിമാരെ നമുക്ക് കിട്ടുക. VMC ഒരുപാട് സൗഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രേമ ചേച്ചിയും കൂടി ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ പുഷ്പമ്മ? പ്രേമേച്ചിയുടെയും കൂടെ സഹകാരം പുഷ്പമ്മയ്ക്ക് ധ്യാന പ്രചാരത്തിനൊക്കെ ഒരുപാട് സഹായം ചെയ്തിട്ടില്ലേ? എന്താ പറയാനുള്ളത് പ്രേമേച്ചിക്ക്? അയ്യോ, ഇങ്ങനെ സീമാജിനെ കണ്ടുമുട്ടിയതിന് ഏറ്റവും സന്തോഷം. യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു സൗകര്യം തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സീമാജിലൂടെ എല്ലായിടത്തും പോയി, കടപ്പുറത്ത് പോയി ആടി പാടി കളിച്ച് അല്ലേ പുഷ്പിച്ച് ഞങ്ങളുടെ സൗഭാഗ്യത്. ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും നന്ദി, യൂണിവേഴ്സിനും താങ്ക് യു. 5 ദിവസം ഉത്സവം തന്നെ ആയിരുന്നു. ഇപ്പൊ സീമാജി പോകുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷമമെന്നല്ലേ. VMCയുടെ ഒരുപാട് VMC ചെയ്ത പുണ്യങ്ങൾ ഒരുപാട് നിങ്ങളിലേക്ക് എത്തിക്കാൻ, VMCയെ അറിയുകയും ഒരുപാട് അനുഗ്രഹമാവുകയും ചെയ്ത ദിവ്യാത്മസ്വരൂപരില്ലെങ്കിൽ ഒരിക്കലും VMCക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓരോ ജില്ലയിലും ഇതേപോലെ ഹൃദയശുദ്ധിയുള്ള, ഒന്നും ആശിക്കാതെ സമർപ്പണ ഭാവത്തോടു കൂടിയുള്ള ദിവ്യാത്മസ്വരൂപരുള്ളത് കൊണ്ട് VMCയുടെ പ്രയാണം ഈസിയാവുന്നു. അതിന് നന്ദിയും കടപ്പാടും അവസാന ശ്വാസം വരെ ഉണ്ടായിരിക്കും. താങ്ക് യു. ലവ് യു ആൾ. താങ്ക് യു.